നമസ്കാരം. പ്രവാസികളുടെ ചില പ്രശ്നങ്ങളെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യൻ എംബസിയുടെയും പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഞാനിവിടെ സംസാരിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ചില പത്രക്കട്ടിങ്ങുകൾ നിങ്ങളെ കാണിക്കാം. ഇത് ഒരു പ്രവാസി മരണപ്പെട്ടതിന് ശേഷം 10 മാസവും 7 മാസവും ഇവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കപ്പെട്ടതിന് ശേഷം നാട്ടിലേക്ക് അയച്ചു വന്ന പത്രവാർത്തയാണ്. അതുകൊണ്ട് തന്നെ പ്രവാസി എന്ന് പറയുന്നത് വളരെ കൃത്യമായി രേഖാമൂലം എമിഗ്രേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയും ഇവിടെ നിന്ന് വലിയൊരു സാമ്പത്തിക സ്രോതസ്സായി ഇന്ത്യയിലേക്ക് സാമ്പത്തിക സ്രോതസ്സായി മാറുകയും ചെയ്യുന്ന ഈ പ്രവാസി ലോകത്തിലെ ഈ പാവങ്ങൾ മരണപ്പെടുമ്പോൾ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും ഇവിടുത്തെ സാമൂഹിക സംഘടനകളും പിന്നെ അതാത് രാജ്യത്തെ ഭരണകൂടവും വളരെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് അവരെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നു എന്നത് ബഹുമാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. എങ്കിലും ഇന്ത്യൻ ഗവൺമെൻറ്, ഇന്ത്യൻ എംബസിയുടെ നിഷ്ക്രിയത്വം വളരെ വലുതാണ്. കാരണം ഒരു പ്രവാസിയുടെയും രേഖകളോ അല്ലെങ്കിൽ അവൻ്റെ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇന്ത്യൻ എംബസിയിൽ ഇല്ല എന്നതും അങ്ങനെ ഒരു മരണം സംഭവിച്ചാൽ ഇമീഡിയറ്റായിട്ട് അത് എംബസിയെ അറിയിക്കുന്നതിൻ്റെ ഒരു മാർഗ്ഗം ഇവിടെ ഇല്ല എന്നതും തന്നെ വളരെ വേദനാജനകമാണ്. ഇവിടെ എംബസിയെ ക്രിയാത്മകമാക്കി പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യം വളരെ വലുതാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം മതേതരത്വ ഭാരതത്തിൽ നിന്ന് കയറി വരുന്ന ആരായിരുന്നാലും അവരുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് അതാത് മതാചാര പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് മനുഷ്യാവകാശമാണ്, അല്ലെങ്കിൽ അത് അവൻ്റെ ഒരു ഭാരതീയൻ്റെ പൗരാവകാശമാണ്. ആ അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ കാലതാമസം ഉണ്ടാകാതെ ഇന്ത്യൻ എംബസി ക്രിയാത്മകമായി ഇടപെടുകയും അതിൻ്റെ മുഴുവൻ ഇവിടെ കെട്ടിക്കിടക്കുന്ന പണം എടുത്തുകൊണ്ട് അതിൻ്റെ മുഴുവൻ ചെലവും വഹിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് കുടുംബത്തിന് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എംബസി ഏറ്റെടുക്കണമെന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിന് പുറമെ 12 ഇന പ്രശ്നങ്ങളുമായി ഏകതാ പ്രവാസി എന്ന ജാതി മത രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു ഗാന്ധിയൻ പോളിസിയിൽ നിൽക്കുന്ന ഈ സംഘടനയോട് മുന്നോട്ട് വെക്കുന്ന ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ പ്രവാസിയും ഓരോ പ്രവാസി സംഘടനകളുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. സമാധാനപരമായി സമ്മർദ്ദ ശക്തിയിലൂടെ ഇത് നേടിയെടുക്കുന്നതിന് അവസാനം വരെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. ജയ് ജഗത്.